സ്ക്വയർ കേക്ക് ചെയ്യുമ്പോൾ എന്നും ചെയ്യുന്ന ഡിസൈനേക്കാളിലും വ്യത്യാസമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് എപ്പോഴും വിചാരിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു കേക്കിന് ഓർഡർ വന്ന ടൈമിലും ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാട്ടോ കേക്കിൻ്റെ ടോപ്പിലും സൈഡിലും ഒക്കെ ഒരു പിങ്ക് ഷെയ്ഡ് കൊടുത്തിട്ട് എന്തെങ്കിലും ഒരു വെറൈറ്റി കൊണ്ടുവരാമെന്ന് വിചാരിച്ചത്. പക്ഷേ അത് അവിടെ പണി പാളിയെന്ന് തന്നെ പറയാം. കാര്യം ഞാൻ ക്രം കോട്ടും ചെയ്ത് ഫൈനൽ കോട്ടും ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിറ്റേന്ന് രാവിലെ കൊടുക്കേണ്ട കേക്കായിരുന്നു. ബാക്കി ഡിസൈൻ വർക്കുകൾ പിറ്റേന്ന് രാവിലെ ആയിരുന്നു കേട്ടോ ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2 kg വൈറ്റ് ഫോറസ്റ്റ് കേക്കായിരുന്നു ഇത്. അപ്പം വൈറ്റ് ഫോറസ്റ്റ് ആയതുകൊണ്ട് തന്നെ സൈഡിൽ ഫുള്ള് ചോക്ലേറ്റ് ഒക്കെ ഇട്ട് കൊടുത്ത് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചോക്ലേറ്റും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒന്നും ചെയ്യാൻ ഒരു ഐഡിയയും കിട്ടാത്തത് കൊണ്ട് ഞാൻ നമ്മുടെ റോസറ്റ നോസിൽ വെച്ചിട്ട് ടോപ്പിൽ ഫുള്ള് റോസറ്റ വരച്ച് കൊടുത്തു. സെൻട്രലായിട്ട് പേര് എഴുതി കൊടുത്തു. അകലെയായിരുന്നു കേട്ടോ കേക്കിന് എനിക്ക് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നത്. എന്തെങ്കിലും മോഡൽ ഉണ്ടോ എന്ന് ഞാൻ കുറേ തവണ ചോദിച്ചു. പക്ഷേ ഒന്നുമില്ല. എന്തെങ്കിലും ഒരു നല്ല ഡിസൈൻ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ആകെയുള്ളൊരു കണ്ടീഷൻ എന്ന് പറഞ്ഞത് നമ്മുടെ ചോക്ലേറ്റിൻ്റെ ഹാർട്ട് ഷേപ്പ് ഡെക്കറേഷൻ ഉണ്ടല്ലോ, അത് 1-2 വെക്കണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും വെച്ചു, ചെറിയൊരു പ്രിന്റും വെച്ച് കൊടുത്തു. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.